നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഉമ്മയോട് അഫാൻ വഴക്കുണ്ടാക്കുമായിരുന്നു. അഫാനെക്കുറിച്ച് അബ്ദുൾ റഹീം ചോദിക്കുമ്പോൾ അവന് ഭ്രാന്താണിക്ക എന്ന് ഷമീന മറുപടി പറഞ്ഞിരുന്നത്. നിരന്തരം പണത്തിന്റെ പേരിൽ വീട്ടിൽ വലിയ വഴക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ബന്ധുക്കളോടും അഫാൻ വഴക്കിടുന്നതിനെക്കുറിച്ച് ഷമീന പറഞ്ഞിരുന്നത് അവന് ഭ്രാന്താണ് എന്നാണ്. അഫാനോട് മുഖത്ത് നോക്കി നിനക്ക് ഭ്രാന്താണോ, നീ എന്താണ് ഭ്രാന്തിളകിയതുപോലെ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്ന് ഷമീന ചോദിക്കുമായിരുന്നു എന്നാണ് അഫാൻ പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇളയ മകൻ അഫ്സാനോട് ഉമ്മ അതിരുവിട്ട സ്നേഹം കാണിക്കുന്നതും അഫാനെ ചൊടിപ്പിച്ചു. തനിക്ക് ഭ്രാന്താണെന്ന് പറയുന്ന ഉമ്മ അഫ്സാനെ ചേർത്ത് പിടിക്കുകയും അവനെ കൊഞ്ചിക്കുകയും ചെയ്തിരുന്നതും അവനിൽ പകയുണ്ടാക്കിയിരുന്നു. കയ്യിൽ കാശില്ലാത്തതും കാശിന് വകയുണ്ടാക്കാൻ കഴിയാത്തതും അഫാനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു. എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലേക്ക് അഫാൻ എത്തിയിരുന്നു. വലിയ തോതിലുള്ള കടമായിരുന്നു ആ കുടുംബത്തിനുണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതായത് ഉമ്മയ്ക്ക് നാട്ടിൽ 65 ലക്ഷത്തിന്റെ കടം, അച്ഛന് വിദേശത്ത് 75 ലക്ഷത്തിന്റെ കടമുണ്ടെന്നും, എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം അഫാന് മാത്രം 70 ലക്ഷത്തോളം രൂപ കടം നാട്ടിലുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഈ കടം അവൻ എങ്ങനെ ഉണ്ടാക്കി, അവൻ എന്തിനു വേണ്ടിയാണ് ഈ പണം വാങ്ങിയത് എന്നൊന്നും പിതാവ് അബ്ദുൾ റഹീമിന് പോലും അറിയില്ല. ഏറെ വൈകാരികമായ നിമിഷങ്ങളായിരുന്നു അബ്ദുൾ റഹീം ഭാര്യ ഷമീനയെ ഹോസ്പിറ്റലിലെത്തി സന്ദർശിച്ചത്. മറ്റുള്ളവർ കൊല്ലപ്പെട്ടതൊന്നും ഷമീന അറിഞ്ഞിട്ടില്ല. ഭർത്താവിനോടും പറഞ്ഞിരിക്കുന്നത് കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നാണ്. നെഞ്ചു വിങ്ങിപ്പൊട്ടിയാണ് ഷമീനയുടെ അരികിൽ റഹീം ഇരുന്നത്. ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഇളയ മകൻ അഫ്സാനെ കാണണമെന്ന് ഷമീന വാശി പിടിക്കുകയാണ്. എന്നാൽ മൂത്ത മകൻ തൻ്റെ സഹോദരനെ കൊലപ്പെടുത്തി എന്ന് പോലും ഷമീനയ്ക്ക് അറിയില്ല. തൻ്റെ രണ്ടാമത്തെ മകൻ ജീവനോടെ ഈ ലോകത്തില്ല എന്ന് ഷമീന ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്നാൽ അതറിയുമ്പോൾ ഷമീന എങ്ങനെ പ്രതികരിക്കും, എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ റഹീമും ബന്ധുക്കളും നൊമ്പരപ്പെടുകയാണ്. ഇത് മാത്രമല്ല, അഫാനെയും ഷമീന അന്വേഷിച്ചു. ഷമീനയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും ബന്ധുക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലൊന്നും അഫാനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നാണ് അബ്ദുൾ റഹീം പറയുന്നത്. ഇടയ്ക്കൊക്കെ കാശിന് വേണ്ടി ഭാര്യയുടെ അടുത്ത് വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവന് ഭ്രാന്താണ് എന്ന ഒഴുക്കൻ മറുപടിയാണ് ഭാര്യ പറഞ്ഞതെന്നും റഹീം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അഫാൻ ആദ്യ കുട്ടിയായതുകൊണ്ട് കൂടുതൽ വാത്സല്യം നൽകിയിരുന്നുവെന്ന് റഹീം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവനെ ഉൾപ്പെടെയാണ് സന്ദർശക വിസയിൽ സൗദിയിൽ കൊണ്ടുവന്നത്. 10 മാസത്തോളം റിയാദിലൊപ്പം ഉണ്ടായിരുന്നു. കാറ്ററിങ്ങിനും മറ്റും പോയി അവൻ സ്വന്തമായി പണം സമ്പാദിച്ചിരുന്നു. അതവൻ്റെ കാര്യങ്ങൾക്കെടുക്കും. അടുത്ത ദിവസങ്ങളിലൊന്നും അവനെ ഫോണിൽ കിട്ടിയതേയില്ല. ഇളയ മകന്റെ മരണമാണ് ഏറെ സങ്കടകരം. അവന്റെ ഫോട്ടോ നോക്കിയിരുന്ന് വിതുമ്പുന്ന കാഴ്ച കാണാൻ കഴിയുന്നതല്ല എന്ന് റഹീമിന്റെ ഒപ്പം ഉണ്ടായിരുന്ന നാസ് വക്കം പറഞ്ഞത്. അവൻ ഇഷ്ടമുള്ള മന്തി വാങ്ങിക്കൊടുത്തിട്ടാണ് കൊന്നത്. അവനെ വെറുതെ വിടാമായിരുന്നില്ലേ എന്ന് ദമാമിൽ വെച്ച് റഹീം വിതുമ്പലോടെ ചോദിച്ചുകൊണ്ടേയിരുന്നുവെന്ന് അടുപ്പക്കാരും പറയുന്നുണ്ട്. അഫാൻ ഉണ്ടായത് വലിയ കടമാണ്. നാട്ടിൽ 14 പേരിൽ നിന്നായി വാങ്ങിയത് 70 ലക്ഷം രൂപയാണ്. ഒരാളിൽ നിന്ന് വാങ്ങി മറ്റൊരാൾക്ക് കടം വീട്ടലാണ് ചെയ്തിരുന്നത്. വീട് വിറ്റ് കടം വീട്ടാനും ശ്രമിച്ചു. കടം കൈകാര്യം ചെയ്തത് ഉമ്മ ഷമീനയും അഫാനും ഒരുമിച്ചായിരുന്നു. കടക്കാർ പണം തിരിച്ചു ചോദിച്ചതും പരിഹസിച്ചതും പ്രകോപനത്തിന് കാരണമായത്. അച്ഛന്റെ സഹോദരൻ ലത്തീഫ് നിരന്തരമായി ഉമ്മയെ കുറ്റപ്പെടുത്തിയിരുന്നുവെന്ന് അഫാൻ മൊഴി നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, അഫാൻ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത്. മൊബൈൽ ഫോണും അതുപോലെ തന്നെ ബൈക്കും ഒക്കെ അഫാൻ ഉണ്ടായിരുന്നു. പലപ്പോഴും വീട്ടിൽ ബഹളമുണ്ടാക്കിയും വഴക്കുണ്ടാക്കിയും ആത്മഹത്യാ ശ്രമം നടത്തിയുമൊക്കെയാണ് ഫോണും ബൈക്കുമൊക്കെ വാങ്ങിയിരുന്നത്. എന്നാൽ പിന്നീട് കടം കയറിയതോടെ ഇതെല്ലാം വിറ്റ് ആ പണം ഗൾഫിലുള്ള അച്ഛന് തന്നെ തിരിച്ചയക്കേണ്ടി വന്നിരുന്നു. ഇതെല്ലാം അഫാനെ ചൊടിപ്പിച്ചിരുന്നു. അതായത് അവൻ്റെ സന്തോഷങ്ങൾ പോലും ത്യജിക്കേണ്ടി വന്നു എന്നാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ സാധനങ്ങളെല്ലാം വിറ്റുപെറുക്കി ആ പണവും കടം വീട്ടാൻ കൊടുത്തു എന്നൊക്കെ പോലീസിനോട് അഫാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. തനിക്കുണ്ടാകേണ്ടിയിരുന്ന ഒരു നല്ല ജീവിതം നശിപ്പിച്ചതുപോലും കുടുംബക്കാരാണ് എന്നാണ് അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അഫാൻ പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയാണ്.
പെൺസുഹൃത്ത് ഫർസാനയെ കൊന്നത് താൻ ചെയ്ത കൂട്ടക്കൊല ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന ചോദിച്ചു. തൊട്ടു പിന്നാലെ ചുറ്റിക ഉപയോഗിച്ച് ഫർസാനയുടെയും തലയ്ക്കടിച്ചുവെന്ന് അഫാൻ പറഞ്ഞു. പിതൃ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ സാജിദയെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ല. ലത്തീഫിനെ കൊന്ന വിവരം പുറത്തറിയുമെന്നതിനാലാണ് കൊല്ലേണ്ടി വന്നതെന്നും അഫാൻ പറഞ്ഞു. പാങ്ങോട്ടെ വീട്ടിലെത്തിയപ്പോൾ അമ്മൂമ്മയെ കണ്ടയുടൻ തന്നെ സംസാരിക്കാൻ ഒന്നും നിൽക്കാതെ തലക്കടിക്കുകയായിരുന്നുവെന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട്. അഫാന്റെ അറസ്റ്റിന് മുൻപ് നടന്ന ചോദ്യം ചെയ്യലിൽ പാങ്ങോട് CIയോടാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. കൊല്ലണമെന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് പാങ്ങോട് സൽമ ബീവിയുടെ വീട്ടിലെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഉമ്മയാണെന്ന് അമ്മൂമ്മ എപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു. ഉമ്മയാണ് എല്ലാത്തിനും കാരണം എന്നായിരുന്നു കുറ്റപ്പെടുത്തൽ. ഉമ്മയെ കുറ്റപ്പെടുത്തുന്നത് തനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഇതേ ചൊല്ലി അമ്മൂമ്മയുമായി സ്ഥിരം വഴക്കിട്ടിരുന്നു. രാവിലെ ഉമ്മയെ ആക്രമിച്ച ശേഷം നേരെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയത് ഇതുകൊണ്ടാണ്. ഉമ്മ മരിച്ചു എന്നാണ് കരുതിയത്. അമ്മൂമ്മയുമായി സംസാരിക്കാൻ നിന്നില്ല. തുടർന്ന് 1.5 പവന്റെ മാലയെടുത്ത് തിരികെ പോന്നു. ഈ മാല പണയം വെച്ച് 74,000 രൂപ വാങ്ങി. 40,000 രൂപ കടം വീട്ടിയ ശേഷം നേരെ ബാപ്പയുടെ സഹോദരന്റെ വീട്ടിലേക്കാണ് പോയത്. അമ്മമ്മയുടെ വീട്ടിൽ അഫാൻ ചെലവഴിച്ചത് 9 മിനിറ്റ് മാത്രമാണെന്നും അഫാന്റെ മൊഴിയിൽ പറയുന്നുണ്ട്. ഇതിനിടയിൽ അബ്ദുൾ റഹീമിന്റെ അവസ്ഥയാണ് ഏറ്റവും ദയനീയമായി തുടരുന്നത്. കൊല്ലപ്പെട്ടവരും കൊന്നയാളുമെല്ലാം സ്വന്തം കുടുംബത്തിൽ നിന്നാണ് എന്ന വലിയൊരു പ്രതിസന്ധി അദ്ദേഹത്തെ തളർത്തുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് റഹീമിന് ഇപ്പോഴും മനസ്സിലാക്കാനായിട്ടില്ല. ഏറെ സ്നേഹിച്ച് വാത്സല്യത്തോടെ വളർത്തിയ തൻ്റെ പ്രശ്നങ്ങളെല്ലാം അറിയുന്ന മകൻ അഫാനാണ് ഈ അരും കൊലയെല്ലാം നടത്തിയത് എന്നറിഞ്ഞപ്പോഴാണ് അബ്ദുൾ റഹീം ആകെ തളർന്നു പോയത്. താൻ അകപ്പെട്ട നിയമക്കുഴപ്പങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിച്ച് ഒരു നാൾ നാട്ടിലേക്ക് മടങ്ങാനാകുമെന്നും പ്രിയപ്പെട്ടവർ കാത്തിരിക്കുന്നുവെന്നുമുള്ള പ്രത്യാശയായിരുന്നു ഇക്കാലമത്രയും അബ്ദുൾ റഹീമിനെ സൗദിയിൽ പിടിച്ചു നിർത്തിയത്. കൂട്ടക്കൊലപാതകമെന്ന ദുരന്തത്തിനൊടുവിൽ പ്രതീക്ഷ കൈവിട്ട് തളർന്നിരുന്ന അബ്ദുൾ റഹീമിനെ നാട്ടിലെത്തിക്കാൻ വഴി തെളിയിച്ചത് സൗദിയിലെ ജീവകാരുണ്യ പ്രവർത്തകനും ലോക കേരള സഭാംഗവുമായ നാസ് വക്കം നടത്തിയ ഇടപെടലാണ്. സംഭവങ്ങളെ തുടർന്ന് നാസ് വക്കം തളർന്നിരുന്ന അബ്ദുൾ റഹീമിനെ സമാധാനിപ്പിച്ച് നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിയമപ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. സൗദി പാസ്പോർട്ട് വകുപ്പിന്റെ സിസ്റ്റം മുഖാന്തരം നിയമപ്രശ്നങ്ങളോ കേസോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ ഒരു തരത്തിലുമുള്ള കേസും ഇദ്ദേഹത്തിന്റെ പേരിലില്ല എന്ന് മനസ്സിലായി. റിയാദിൽ നിന്നും മാറി നിൽക്കുന്നതിനാൽ സ്പോൺസർ പരാതിപ്പെട്ട് ഒളിച്ചോടിയതായുള്ള ഹുറൂബ് കേസിൽ പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയം അബ്ദുൾ റഹീമിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. 25 വർഷമായി പ്രവാസിയായ അബ്ദുൾ റഹീം വർഷങ്ങളായി റിയാദിൽ കാർ സ്പെയർ പാർട്സിന്റെ കച്ചവടം നടത്തി വരികയായിരുന്നു. അതൊക്കെ നഷ്ടമായി. കടബാധ്യത തലയ്ക്ക് മുകളിലായതോടെയാണ് 1.5 മാസം മുൻപ് ദമാമിലെത്തി ഇവിടെയുള്ള കടയിൽ ജോലി ചെയ്തത്. പൊളിഞ്ഞുപോയ കച്ചവടത്തിന്റെ പേരിലുള്ള വൻ സാമ്പത്തിക ബാധ്യതയും ബാക്കി കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇക്കാമ പുതുക്കാത്തതും വലിയ നിയമക്കുരുക്കായി റഹീമിന് തലയ്ക്ക് മുകളിലുണ്ട്. ഇയാളുടെ ദുരന്ത കഥ വാർത്തകളിലൂടെ അറിഞ്ഞ ബിസിനസ് പ്രമുഖനായ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിനെ പോലുള്ളവർ മതിയായ സഹായം വാഗ്ദാനം ചെയ്ത് നാസ് വക്കത്തെ ബന്ധപ്പെട്ടിരുന്നു. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ റഹീം നാട്ടിലേക്ക് അങ്ങനെ തിരികെ എത്തുകയായിരുന്നു. ജീവിതത്തിൽ കാത്തിരിക്കുന്നത് അവസാനിക്കാത്ത ദുരന്തങ്ങളുടെ ബാക്കി പത്രമാണെന്ന് മാത്രം. കടങ്ങൾക്കൊപ്പം പലതരം പ്രശ്നങ്ങൾ ഒന്നിച്ചെത്തിയപ്പോൾ എല്ലാം കൈവിട്ടു പോകുകയായിരുന്നു. വീട് വിൽക്കാൻ ശ്രമിച്ചത് ഈ കടങ്ങളൊക്കെ വീട്ടാനായിട്ട് മാത്രമാണ്. എന്നിട്ടും താൻ നാട്ടിൽ പോകാതെ ഇവിടെ നിന്നത് 2-3 വർഷം ജോലി ചെയ്ത് കടങ്ങളൊക്കെ വീട്ടാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലും കണക്കുകൂട്ടലിലുമായിരുന്നു. അഫാനെ ഇവിടെ കൊണ്ടുവരാം, നല്ല ജോലിയൊക്കെ നോക്കാം, പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും. എവിടെയാണ് അവന് പിഴച്ചതെന്ന് എന്നോട് ചോദിച്ചാൽ സത്യമായും എനിക്കറിയില്ല. കഴക്കൂട്ടത്ത് 2 മാസം മുൻപ് വെള്ളത്തിന്റെ വണ്ടി ഓടിക്കാൻ പോയിരുന്നു. രാവിലെ പോയാൽ രാത്രി 10-11 മണിയാകും വീട്ടിലെത്താൻ എന്ന് ഷമീന പറഞ്ഞു. പിന്നീട് ഫുഡ് ഡെലിവറിക്ക് പോകുമായിരുന്നു. കാശുണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അഫാനും. താൻ അയച്ചില്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ നടത്തണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചവനായിരുന്നു. അതിനിടയിൽ കൂട്ടുകാരുമായി കൂടി മറ്റെന്തെങ്കിലും ചെയ്തോ എന്നൊന്നും എനിക്കറിയില്ല. ഏറെ വേദനയോടെ റഹീം പറയുകയായിരുന്നു. ഭാര്യയ്ക്കരികിൽ ഇരിക്കണം. എങ്ങനെ ഞാൻ ഈ നഷ്ടങ്ങളൊക്കെ പരിഹാരം കണ്ടെത്തും? എങ്ങനെ നാട്ടിലേക്ക് മടങ്ങും? അറിയാതെ നിന്ന തനിക്ക് ഇത്ര പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാൻ വഴി തെളിയിച്ചത് നാസ് വക്കം ഇടപെട്ടതുകൊണ്ടാണെന്നും സഹായിക്കാൻ ആശ്വാസം പകരാൻ ഒപ്പം നിന്ന സൗദിയിലെ പ്രവാസി സമൂഹത്തിനും എൻ്റെ അവസ്ഥകൾ പുറം ലോകത്തെത്തിച്ച് സഹായിച്ച മാധ്യമങ്ങൾക്കും കണ്ണീരോടെ വിമാനത്താവളത്തിൽ വെച്ച് റഹീം നന്ദി പറഞ്ഞിരുന്നു. ആ മനുഷ്യൻ സർവ്വതും തകർന്നാണ് നാട്ടിലെത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.
ന്യൂസ്.